വിശുദ്ധ ഖുർആൻ സ്പർശിക്കണമെങ്കിൽ വുളൂ വേണം. ചെറിയ ഒരു തുള്ളി വീണതുകൊണ്ട് ആ ബക്കറ്റ് വെള്ളം പകർച്ചയാവുകയില്ല. മുസ്തഅമലായ വെള്ളം എന്ന് പറഞ്ഞാൽ ഫർളിൽ ഉപയോഗിച്ച വെള്ളത്തിനാണ് മുസ്തഅമലായ വെള്ളം എന്ന് പറയുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, വുളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത് കൂടെയാകുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദാഇമുൽ വുളൂ, നിത്യമായി ശുദ്ധിയുള്ള അവസ്ഥയിലായിരിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ കാര്യമാകുന്നു. ഏത് സമയത്തും മരണം സംഭവിക്കാമല്ലോ. വുളൂഓടുകൂടെ മരിക്കാൻ ഭാഗ്യം ഉണ്ടാവുക എന്നുള്ളത് നാമൊക്കെ ആഗ്രഹിക്കേണ്ട ഒന്നാകുന്നു. ഏത് സമയത്തും മരിച്ചാലും എപ്പോഴും വുളൂ ഉണ്ടാവുന്നവന് വുളൂഓടുകൂടെ മരിക്കാൻ ഭാഗ്യം ലഭിക്കും. അതുപോലെ തന്നെ വുളൂ നാം ഒക്കെ നിർബന്ധമായും ചെയ്യേണ്ടതാകുന്നു. കാരണം നിസ്കരിക്കണമെങ്കിൽ വുളൂ വേണം. വിശുദ്ധ ഖുർആൻ സ്പർശിക്കണമെങ്കിൽ വുളൂ വേണം. ഇങ്ങനെ പല ഘട്ടങ്ങളിലും വുളൂ അത്യാവശ്യമാണ്. അതുകൊണ്ട് വുളൂഇന്റെ പരിപൂർണമായ രൂപം എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. വുളൂഇന് ധാരാളം ഷർത്തുകളുണ്ട്. നമുക്കറിയാം, വുളൂഇന് ഒന്ന് ശുദ്ധിയുള്ളതായ വെള്ളം ആയിരിക്കണം. മറ്റൊന്ന് കഴുകപ്പെടുന്ന അവയവങ്ങൾ, അതായത് മുഖം, കൈ, കാല് തുടങ്ങിയ അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒന്നും ഇല്ലാതിരിക്കണം. ഇത്തരം അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കണം. മുഖത്ത് വെള്ളം കൊണ്ട് തടവിയാൽ മതിയാവുകയില്ല, വെള്ളം ഒലിപ്പിക്കണം. കയ്യിലും അങ്ങനെ തന്നെ, കാലും അങ്ങനെ തന്നെ. മുഖം, കൈ, കാല് എന്നുള്ളതാണ് കഴുകേണ്ട അവയവങ്ങൾ. അതേസമയം തലയും ചെവിയും തടവിയാൽ മതി. ചെവി തടവൽ സുന്നത്തേ ഉള്ളൂ. കഴുകേണ്ട അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കണം. ഇത്തരം അവയവങ്ങളിൽ വെള്ളത്തെ പകർച്ചയാക്കുന്ന ഒന്ന് ഇല്ലാതിരിക്കണം. അതുപോലെ തന്നെ വുളൂ എടുക്കുമ്പോൾ, നിത്യാശുദ്ധിക്കാരൻ വുളൂ എടുക്കുമ്പോൾ സമയം ആയി എന്ന് അറിയണം. ഇത്തരം ഷർത്തുകൾ വുളൂഇന് പാലിക്കൽ നിർബന്ധമാണ്. വുളൂഇന്റെ ഫർളുകൾ ഒന്ന് നിയ്യത്താണ്. നിയ്യത്ത് വെച്ചുകൊണ്ടായിരിക്കണം വുളൂ ചെയ്യേണ്ടത്. മുൻകൈ കഴുകുന്ന സമയത്ത് വുളൂഇന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്തോടുകൂടെ മുൻകൈ 3 പ്രാവശ്യം കഴുകി വായിൽ വെള്ളവും കൊപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യേണ്ടതുണ്ട്. ശേഷം നാം മുഖം കഴുകും. മുഖം കഴുകുന്ന സമയത്ത് മുഖം കഴുകുക എന്നുള്ളത് ഫർളാണ്. അതുകൊണ്ട് തന്നെ അവിടെ നാം നിയ്യത്ത് വെക്കണം. വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു, അല്ലെങ്കിൽ ഞാൻ വുളൂ എടുക്കുന്നു, നബൈത്തു ഫർളൽ വുളൂ, നബൈത്തു അദാ ഫർളിൽ വുളൂ, നബൈത്തുൽ വുളൂ തുടങ്ങി ഏത് നിയ്യത്തും നമുക്ക് വെക്കാവുന്നതാണ്. ഞാൻ വുളൂ എടുക്കാൻ കരുതി, വുളൂ എന്ന ഫർളിനെ ഞാൻ കരുതി, വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതി, അല്ലെങ്കിൽ വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു, ഈ രൂപത്തിലൊക്കെ നമുക്ക് നിയ്യത്ത് വെക്കാം. നിയ്യത്ത് വെച്ച ഉടനെ തന്നെ നമ്മുടെ മുഖം കഴുകേണ്ടതുണ്ട്. ശുദ്ധിയായ വെള്ളം, മാഉൽ മുത്ലഖ്, നിരുപാധികം വെള്ളം എന്ന് പറയപ്പെടാൻ പറ്റുന്ന വെള്ളമായിരിക്കണം. മറ്റു ചായവെള്ളം കൊണ്ടോ അല്ലെങ്കിൽ ഇളനീർ വെള്ളം കൊണ്ടോ വുളൂ എടുക്കാൻ പറ്റില്ല. കേവലം പ്യുവർ വാട്ടർ, വെള്ളം എന്ന് പറയാൻ പറ്റുന്ന, നിരുപാധികം വെള്ളം എന്ന് പറയാൻ പറ്റുന്ന വെള്ളം കൊണ്ടായിരിക്കണം വുളൂ എടുക്കേണ്ടത്. ആ വെള്ളം എടുത്തുകൊണ്ട് ഒന്നാമതായി നിയ്യത്ത് വെച്ചുകൊണ്ട് നാം മുഖം കഴുകണം. മുഖം കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, മുഖം എന്ന് പറയുന്നത് ഏതാണ്, മുഖത്തിന്റെ ബോർഡർ ഏതെല്ലാമാകുന്നു? കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കൃത്യമായി പറയുന്നുണ്ട്. തലമുടി മുളക്കാൻ തുടങ്ങുന്ന സ്ഥലം മുതൽ താടിയെല്ലിന്റെ കീഴറ്റം വരെ ആവുന്നു മുഖം. അതിന്റെ നീളം അങ്ങനെയാണ്. വീതി 2 ചെവിക്കുറ്റികൾക്കിടയിലുള്ള സ്ഥലമാകുന്നു മുഖത്തിന്റെ വീതി. ഈ പരിധിയിൽ വരുന്ന എല്ലാ ഭാഗവും നാം കഴുകേണ്ടതുണ്ട്. അതിന്റെ ഇടയിൽ മുളക്കുന്ന രോമങ്ങൾ പോലും കഴുകേണ്ടതുണ്ട്. താടി കഴുകേണ്ടതുണ്ട്.
ഇങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളും നാം കഴുകേണ്ടതുണ്ട്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, മുഖത്തിന്റെ പരിധി പറഞ്ഞപ്പോൾ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ താടിയെല്ലിന്റെ കീഴറ്റത്തിന്റെ താഴെയുള്ള ഭാഗം അത് മുഖമല്ല. അതെല്ലാം നീട്ടി കഴുകുക എന്നുള്ളത് സുന്നത്താണ്. അതേസമയം അത് മുഖമല്ലാത്തത് കൊണ്ട് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ ഭാഗം മറക്കുക എന്നുള്ളത്. നിസ്കാരത്തിൽ മറക്കുക എന്നുള്ളത് സ്ത്രീകൾക്ക് നിർബന്ധമാണ്. കാരണം സ്ത്രീകൾക്ക് നിസ്കാരത്തിൽ മുഖവും മുൻകൈയും അല്ലാത്ത എല്ലാ ഭാഗവും മറക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൽ നാം മക്കനയിടുന്ന സമയത്ത് നമ്മുടെ താടിയെല്ലിന്റെ താഴ്ഭാഗം കാണാൻ പാടില്ല. ചില സ്ത്രീകളുടെയൊക്കെ മാംസം തൂങ്ങി നിൽക്കുന്നത് പലപ്പോഴും കാണാറുണ്ട്, അത് കാണപ്പെടാറുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതാകുന്നു. നിസ്കാരത്തിൽ നാം അത് മറക്കണം. കാരണം മുഖം ആണ് നമുക്ക് തുറന്നിടാൻ പറ്റുകയുള്ളൂ. മുഖത്തിന്റെ പരിധി താടിയെല്ലിന്റെ കീഴറ്റം വരെയാകുന്നു. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. വുളുവിലൊക്കെ നാം ആ ഭാഗം കഴുകാറുണ്ട്. നല്ല താടിയുള്ള ആളുകൾക്ക് ആ തിങ്ങിയ താടിയാണ് എങ്കിൽ, അതായത് അഭിമുഖമായി സംസാരിക്കുന്ന സമയത്ത് ഉള്ളു കാണാത്ത താടിക്കാണ് തിങ്ങിയ താടി എന്ന് പറയുന്നത്. അത്തരം താടിയുടെ ഉള്ളൊക്കെ കഴുകുക എന്നുള്ളത് സുന്നത്താകുന്നു. അതേസമയം അതിന്റെ പുറംഭാഗമൊക്കെ കഴുകുക എന്നുള്ളത് നിർബന്ധമാകുന്നു. അതേസമയം തിങ്ങിയ താടിയല്ലാത്ത നേരിയ താടിയുള്ള ആളുകൾ ആ താടിയുടെ ഉൾഭാഗം കൂടെ കഴുകുക എന്നുള്ളത് നിർബന്ധമാകുന്നു. വുളുഇന്റെ രണ്ടാമത്തെ ഫർള് രണ്ട് കൈകൾ കഴുകുക എന്നുള്ളതാണ്. രണ്ട് കൈയും മുട്ട് ഉൾപ്പെടെ കഴുകുക എന്നുള്ളത് നിർബന്ധമാണ്. പിന്നെ കയ്യിലുണ്ടാകുന്ന നഖം എത്ര നീണ്ടുപോയാലും ആ നഖം കഴുകേണ്ടതുണ്ട്. നഖത്തിന്റെ അടിയിൽ ചളിയുണ്ട് എങ്കിൽ ആ ചളിയെ നീക്കം ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൈ കഴുകുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. മുട്ടിന്റെ ഭാഗം ഒരു ചുളിഞ്ഞ ഭാഗമാണ്. അതിനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ വെള്ളം തട്ടാതെ പോകും. ചില ആളുകൾ സ്പീഡിൽ ഉറുവെടുക്കുമ്പോൾ കയ്യിന്റെ മുൻവശം, ഈ പള്ളഭാഗം മാത്രമേ നനയുകയുള്ളൂ. അതുപോലെ തന്നെ പുറംഭാഗം അല്പഭാഗം നനയുകയും മുട്ടിന്റെ ഭാഗം നനയാതിരിക്കുകയും ചെയ്യാറുണ്ട്. ഉളു ശരിയാവുകയില്ല. ഉളു ശരിയാകണമെങ്കിൽ കൈ മുഴുവനും മുട്ടുവരെയുള്ള ഭാഗം കൃത്യമായി കഴുകേണ്ടതുണ്ട്. ധാരാളം സുന്നത്തുകൾ അവിടെ പാലിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് സുന്നത്തുകളെ കുറിച്ച് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. നാലാമത്തെ ഫർളായിട്ട് വരുന്നത് തലയിൽ നിന്ന് അല്പം തടവുക എന്നുള്ളതാണ്. അല്പം തടവിയാൽ മതി, അതാണ് നിർബന്ധം. അതേസമയം പൂർണ്ണമായി കഴുകുക എന്നുള്ളത് സുന്നത്താണ്. പൂർണ്ണമായും തടവുക എന്നുള്ളത് സുന്നത്താണ്. ഇനി അല്പം തടവുക എന്ന് പറഞ്ഞാൽ ഒരു വിരലുകൊണ്ട് തലയുടെ അതിർത്തിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെള്ളം നനച്ചുകൊണ്ടൊന്ന് തോണ്ടിയാൽ പോലും വുളു ശരിയാകും നമ്മുടെ ഷാഫി മദ്ഹബ് പ്രകാരം. അതേസമയം മറ്റു ചില മദ്ഹബുകളിലൊക്കെ 1/4 ഭാഗമെങ്കിലും തടവേണ്ടതുണ്ട്. വേറെ ചില മദ്ഹബുകളിൽ തല മുഴുവനും തടവേണ്ടതുണ്ട്. അതൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ മദ്ഹബിൽ തല മുഴുവനും തടവുക എന്നുള്ളത് പ്രത്യേകം ശക്തമായ സുന്നത്തുള്ള ഒരു കാര്യമാകുന്നു. അതേസമയം അല്പം തടവിയാലും വുളു ശരിയാവുന്നതാണ്. അതേസമയം തല തടവുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. തലയുടെ പരിധി വിട്ട് പോകുന്ന മുടി, ആ മുടിയെ തടവിയാൽ മതിയാവുകയില്ല. തലയാണ് തടവേണ്ടത്. തലയിലുള്ള മുടി തടവിയാലും മതി. അതേസമയം മുടി മുൻവശത്തേക്ക് വളരുന്ന മുടി മുന്നിലോട്ട് നീട്ടിയാൽ തലയുടെ ബൗണ്ടറി, അതായത് മുടി മുളക്കുന്ന സ്ഥലം, ആ സ്ഥലത്തിൽ നിന്ന് താഴോട്ട് പോകുന്ന മുടി, അല്ലെങ്കിൽ പിറകിലോട്ട് നീട്ടിയാൽ പിരടിയും കടന്നുകൊണ്ട് പോകുന്ന മുടി, ആ മുടിയുടെ തലയുടെ അതിർത്തി വിട്ടുപോകുന്ന മുടിയുടെ ഭാഗം തടവിയാൽ മതിയാവുകയില്ല. തലയുടെ അതിർത്തിയിൽ വരുന്ന മുടിയെ തടവിയാൽ മതിയാവും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ചില ആളുകളൊക്കെ നീണ്ട മുടി വളർത്തുന്ന ആളുകൾ, അവർ ആ മുടിയുടെ നെറ്റിയുടെ ഭാഗത്തേക്ക് വരുന്ന ഭാഗം, ആ മുടിയുടെ ഭാഗത്തെ തടവി രക്ഷപ്പെടാറുണ്ട്. വുളു ശരിയാവുകയില്ല. തലയുടെ ഭാഗത്ത് വരുന്ന മുടിയെയാണ് തടവേണ്ടത്. തലയാണ് തടവേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ തലയുടെ പരിധിയിൽ വരുന്ന മുടിയാണ് നമുക്ക് തടവാൻ പറ്റുകയുള്ളൂ. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. അഞ്ചാമത്തെ വുളുഇന്റെ ഫർള് 2 കാലും നെരിയാണി ഉൾപ്പെടെ കഴുകുക എന്നുള്ളതാണ്.
ചെവി തടവുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. രണ്ട് കാര്യം നെരിയാണി ഉൾപ്പെടെ കഴുകുക എന്നുള്ളതാണ് നിർബന്ധമായ കാര്യം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കാലിൽ നഖം ഉണ്ട് എങ്കിൽ, നീണ്ട നഖം ഉണ്ട് എങ്കിൽ ആ നഖം കഴുകേണ്ടതുണ്ട്. അതുപോലെ തന്നെ കാലിൽ ചിലപ്പോൾ ചില പൊള്ളകളോ അല്ലെങ്കിൽ ചില മുറിവുകളോ ഉണ്ടാകും, അത് കഴുകേണ്ടതുണ്ട്. ചിലപ്പോൾ ചില കീറലുകൾ, വിള്ളലുകൾ ഉണ്ടാകും. തുറന്നു നിൽക്കുന്ന ദ്വാരമാണ് എങ്കിൽ അതിനെയും കഴുകേണ്ടതുണ്ട്. ചിലപ്പോൾ മുള്ള് പ്രവേശിക്കും അല്ലെങ്കിൽ ആണി പ്രവേശിക്കും കാലിൽ. ആണി തറക്കുമ്പോഴൊക്കെ നേരത്തെ പുറം ഭാഗത്ത് കണ്ടിരുന്ന പല തോലും ഉള്ളിലോട്ട് കയറിപ്പോയിട്ടുണ്ട് എങ്കിൽ, ആ ആണിയോ മുള്ളോ പുറത്തേക്ക് കാണുന്നുണ്ട് എങ്കിൽ അതിനെ പറിച്ചെടുക്കൽ നിർബന്ധമാണ്. എന്നിട്ട് അത് പ്രവേശിച്ച ആ ഭാഗം കഴുകുക എന്നുള്ളതും നിർബന്ധമാണ്. അതേസമയം മുള്ളും ആണിയുമൊക്കെ കാലിന്റെ ഉള്ളിലേക്ക് വല്ലാതെ അങ്ങ് കയറിപ്പോയി അപ്രത്യക്ഷമായിട്ടുണ്ട്, പുറത്തു നിന്ന് നോക്കിയാൽ കാണുന്നില്ല, എന്നാൽ അത് പറിച്ചെടുക്കൽ നിർബന്ധമില്ല. ചുരുക്കി പറഞ്ഞാൽ കാലിന്റെ നെരിയാണി വരെയുള്ള ഭാഗങ്ങൾ വുളു എടുക്കുന്ന സമയത്ത് കഴുകുക എന്നുള്ളത് പ്രത്യേകം നിർബന്ധമാണ്. അവിടെ എല്ലാ ഭാഗത്തും വെള്ളം എത്തിയിരിക്കണം. അവിടെ ശ്രദ്ധിക്കേണ്ടത്, ചില ആളുകളുടെയൊക്കെ കാലിന്റെ വിരലുകൾ പരസ്പരം ചേർന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. അതൊക്കെ വിടർത്തിക്കൊണ്ട് കഴുകേണ്ടതുണ്ട്. അതേസമയം ജന്മന മാംസം കൊണ്ട് തിങ്ങി മാംസം രണ്ട് വിരലുകൾ ഒട്ടിപ്പിടിച്ച് ഒരേ മാംസമുള്ള രണ്ട് വിരലുകൾ ഉണ്ടാകും, അത് കീറി കഴുകേണ്ടതില്ല. അതേസമയം 5 വിരലുകളും വ്യത്യസ്തമായി നമുക്ക് കാണുന്നുണ്ട്. അത്തരം വിരലുകൾ തന്നെ പരസ്പരം ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് വെള്ളം എത്താതെ വരും. ആ ഭാഗം നാം പ്രത്യേകം ശ്രദ്ധിച്ച് കഴുകേണ്ടതുണ്ട്. നെരിയാണിയും മടമ്പും ഒക്കെ ചുളിഞ്ഞ ഭാഗങ്ങളായതുകൊണ്ട് അവിടെയും നാം പ്രത്യേകം വെള്ളം എത്തിയിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് വുളൂഇന്റെ ഫർളുകളായിട്ടുള്ളത്. 6ാമതൊരു ഫർള് കൂടെ ഉണ്ട്, തർത്തീബ്, ക്രമം പാലിക്കുക എന്നുള്ളത്. ആദ്യം മുഖം കഴുകി, പിന്നീട് കൈ കഴുകി, പിന്നെ തല തടവി, പിന്നെ കാൽ കഴുകി. ഈ ഒരു രൂപത്തിൽ തർത്തീബ് പാലിച്ചുകൊണ്ട് വുളു എടുക്കുക എന്നുള്ളത് പ്രത്യേകം നിർബന്ധമായ കാര്യം തന്നെയാകുന്നു. വുളുവിന് ധാരാളം സുന്നത്തുകൾ ഉണ്ട്. അത്തരം സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് വുളു എടുക്കുകയാണ് വേണ്ടത്. ഇനി വുളു എടുക്കുന്നത് ഒരാൾക്ക് വേണമെങ്കിൽ ഒരാൾ മുങ്ങിക്കുളിക്കുകയാണ്, ഒരു പുഴയിലോ കുളത്തിലോ ചാടിക്കുളിക്കുകയാണ്. അങ്ങനെയുള്ള ആൾക്ക് തർത്തീബ് പാലിക്കാതെ തന്നെ ആ മുങ്ങലിൽ വെച്ചുകൊണ്ട് ഞാൻ വുളു എടുക്കാൻ കരുതി വുളു എന്ന ഫർദിനെ വീട്ടുന്നു എന്ന് കരുതിയാൽ വുളു ആയി പരിഗണിക്കും. വെള്ളത്തിന്റെ അടിയിൽ ഒരൽപ്പനേരം നിന്നാൽ തന്നെ അയാൾക്ക് വുളു ലഭിക്കുന്നതാണ്. അതേസമയം ഷവർ ഓൺ ചെയ്തുകൊണ്ട്, ഷവർ തുറന്നുകൊണ്ട് കുളിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കോരി കുളിക്കുന്ന ആളുകൾക്ക് തർത്തീബ് പ്രകാരം ഓരോ ഭാഗത്തും വെള്ളം എത്തിയാലാണ് വുളു ലഭിക്കുക. ഈ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. വുളു എടുക്കുന്ന സമയത്തും ചിലപ്പോൾ തണുപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെ വെള്ളം മുഖത്തേക്ക് ചേർക്കുന്നു, കയ്യിലേക്ക് വെള്ളം ഒഴിക്കുന്നു. അതൊക്കെ തണുപ്പിക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്ദേശത്തോടു കൂടെയാണ് വെള്ളം ചേർക്കുന്നത് എങ്കിൽ അത് വുളു ആവുകയില്ല. വുളു എന്ന നിയ്യത്തോടു കൂടെ തന്നെയായിരിക്കണം മുഖത്തിലേക്ക് വെള്ളം ഒഴിക്കേണ്ടത്, കയ്യിലേക്ക് വെള്ളം ഒഴിക്കേണ്ടത്, കാലിലേക്ക് വെള്ളം ഒഴിക്കേണ്ടത്. മറ്റു ലക്ഷ്യത്തോടുകൂടെ വെള്ളം ഒഴിക്കുകയാണ് എങ്കിൽ അത് വുളു ആയി പരിഗണിക്കുകയില്ല. വുളു എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മുസ്തഅമലായ വെള്ളം ആകാതിരിക്കുക. മാഉൽ മുത്ലഖ് വുളുഇന്റെ ഷർത്തുകളിൽ ഒന്നാണല്ലോ, നിരുപാധികം വെള്ളം എന്ന് പറയപ്പെടാൻ പറ്റുന്ന വെള്ളമായിരിക്കും. അതേസമയം മുസ്തഅമലായ വെള്ളം എന്ന് പറഞ്ഞാൽ ഫർദിൽ ഉപയോഗിച്ച വെള്ളത്തിനാണ് മുസ്തഅമലായ വെള്ളം എന്ന് പറയുന്നത്. നേരത്തെ ഒരാൾ വുളു എടുത്ത വെള്ളം, ആ വുളു എടുത്ത വെള്ളം ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ആ വെള്ളം കൊണ്ട് ഇനി നമുക്ക് വുളു എടുക്കാൻ പറ്റില്ല. അതേസമയം മുസ്തഅമലായ വെള്ളം, അതായത് ഫർദിൽ ഉപയോഗിച്ച വെള്ളം 2 കുല്ലത്തിനേക്കാൾ കൂടുതലുണ്ട് എങ്കിൽ അതുകൊണ്ട് നമുക്ക് വുളു എടുക്കാവുന്നതാണ്. മുസ്തഅമലായ വെള്ളത്തിനെ കുറിച്ച് ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. മുസ്തഅമലായ വെള്ളം ചിലപ്പോൾ നമുക്ക് വുളു എടുക്കുന്ന സമയത്ത് തെറിക്കും. 1 or 2 ഒക്കെ തെറിച്ചത് കൊണ്ട് പ്രശ്നമില്ല. നാം വുളു എടുക്കുമ്പോൾ ഫർളായ ഭാഗം കഴുകുന്ന സമയത്ത് ഒരൽപ്പ വെള്ളം
ഒരു ബക്കറ്റിലേക്ക് തെറിച്ചു വീണു. എന്നാൽ ആ വെള്ളം മൊത്തം ചില ആളുകൾ ഒഴിവാക്കാറുണ്ട്. ചില വസ്വാസ് കൂടിയത് കാരണത്താൽ അത് വെള്ളം ഒഴിവാക്കാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. അതേസമയം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഫർളായ ഭാഗം കഴുകിയ സമയത്ത് ഒലിച്ചുപോയ വെള്ളം ഒരു ബക്കറ്റിലേക്ക് തെറിച്ചാൽ ആ തെറിച്ചത് എത്രയുണ്ട് എന്ന് നാം ഒന്ന് നോക്കുക. വളരെ കുറഞ്ഞ ഒരു തുള്ളിയാണ് എങ്കിൽ ആ കുറഞ്ഞ തുള്ളി ഒരു കളറുള്ള ചുവപ്പോ നീലയോ ഒക്കെ കളറുള്ള അല്ലെങ്കിൽ ഒരു ഉജാല വെള്ളമൊക്കെയാണ് എന്ന് സങ്കല്പിക്കുക. ആ സങ്കല്പ പ്രകാരം അത്രയും തുള്ളി ഈ ബക്കറ്റിലേക്ക് വീണാൽ ഈ ബക്കറ്റ് വെള്ളം പകർച്ചയാകുമോ, കളർ ചേഞ്ചിങ് വരുമോ, രുചിക്ക് വ്യത്യാസം വരുമോ എന്ന് നാം ഒന്ന് സങ്കല്പിക്കുക. ഇല്ല, ചെറിയ ഒരു തുള്ളി വീണതുകൊണ്ട് ആ ബക്കറ്റ് വെള്ളം പകർച്ചയാവുകയില്ല. എന്നാൽ അത്രയും ചെറിയ തുള്ളി മുസ്താമലായ വെള്ളം ഒരു ബക്കറ്റിലേക്ക് വീണു എന്നുള്ളത് കൊണ്ട് ആ ബക്കറ്റ് വെള്ളം മുസ്താമലാവുകയില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇന്ന് അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉള്ളത് കൊണ്ട് പല ആളുകളും ടോയ്ലറ്റിൽ വെച്ച് തന്നെ ഉളു എടുക്കാറുണ്ട്, അല്ലെങ്കിൽ കുളിറൂമിൽ വെച്ച് ഉളു എടുക്കാറുണ്ട്. ഉളു എടുക്കുമ്പോൾ താഴെ ഒരു ബക്കറ്റ് വെക്കും. എന്നിട്ട് ആ ബക്കറ്റിലേക്കാണ് നാം ഉളു എടുത്ത വെള്ളം മുഴുവനും ഒഴുകിപ്പോകുന്നത്. എന്നിട്ട് ആ ബക്കറ്റ് വെള്ളം കൊണ്ട് തന്നെ ടോയ്ലറ്റിൽ വെച്ച് നജസ് ശുദ്ധീകരിക്കാറുണ്ട്. വാസ്തവത്തിൽ ആ ബക്കറ്റ് വെള്ളം മുസ്താമലായ വെള്ളമാണ്. കാരണം ഒരു തുള്ളിയല്ലല്ലോ അതിലേക്ക് കുറ്റിയത്. ആ ബക്കറ്റിലേക്ക് നാം ഉളു എടുക്കുന്ന മുഴുവൻ വെള്ളവും ആ ബക്കറ്റിലാണ് ഉള്ളത്. മുഖം കഴുകിയ വെള്ളവും കൈ കഴുകിയ വെള്ളവും എല്ലാ വെള്ളവും അതിലേക്ക് ധാരാളം വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ബക്കറ്റ് വെള്ളം മുസ്താമലായ വെള്ളമാണ്. അതുകൊണ്ട് ഇനി നമുക്ക് നജസ് ശുദ്ധിയാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ മറ്റൊരാൾക്ക് ഉളു എടുക്കാൻ പറ്റില്ല. ആ വെള്ളം നാം ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നജസ് വൃത്തിയാക്കാനോ മൂത്രമൊഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ കാഷ്ടിച്ചതിന് ശേഷമൊക്കെ ശുദ്ധീകരിക്കാനൊന്നും ആ വെള്ളം പറ്റില്ല. മുസ്താമലായ വെള്ളം കൊണ്ട് നജസ് ശുദ്ധീകരിക്കാനും അതുപോലെ തന്നെ വുളു എടുക്കാനും ജനാബത്ത് പോലെയുള്ള കുളി കുളിക്കാനും ഒന്നും പറ്റില്ല. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. വുളു എടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വുളുവിന്റെ സുന്നത്തുകൾ ധാരാളമുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ധാരാളം സുന്നത്തുകളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളുടെ സർവ്വ പാപങ്ങളും പൊറുക്കണം റഹ്മാൻ. രോഗങ്ങൾക്ക് ശിഫാ നൽകണം റഹ്മാൻ. ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ പൊരുത്തത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ വിഷമങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും പ്രതിസന്ധികൾക്കും നീ സലാമത്ത് നൽകണം റഹ്മാനെ. വീടില്ലാത്തവർ, അതുപോലെ തന്നെ വിവാഹപ്രായമെത്തി കല്യാണം ശരിയാകാത്തവർ, അതുപോലെ തന്നെ കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർ, കച്ചവടമില്ലാത്തവർ, ജോലിയില്ലാത്തവർ, എല്ലാവർക്കും നീ സലാമത്ത് നൽകണം റഹ്മാനെ. അള്ളാഹുവെ ആഖിബത്ത് നന്നായി മരിക്കാൻ നീ ഭാഗ്യം നൽകണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, വേണ്ടപ്പെട്ടവർ എല്ലാവരുടെയും ഖബർ നീ സ്വർഗമാക്കണം റഹ്മാനെ. നാളെ സ്വർഗീയ ലോകത്ത് അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.